ജി മാധവൻ നായർ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ISRO ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തു. മംഗൾയാനും ചാന്ദ്രയാനും ഉണ്ടായി. ഇന്ത്യ ഇതുവരെ ആരെയും ഒരു മനുഷ്യനെ, ഒരു ബഹിരാകാശ സഞ്ചാരിയെ സ്വന്തമായി ബഹിരാകാശത്തേക്ക് അയച്ചിട്ടില്ല. ഗഗൻയാനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ആ ലക്ഷ്യത്തിന് എത്ര അടുത്താണ്? വളരെയേറെ മുമ്പിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളിലുള്ള ഈ ടെക്നോളജി ഡിനയലും അവരുടെ എംബാർഗോയും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടേതായിട്ടുള്ള സാങ്കേതികവിദ്യ ഇവിടുത്തെ ISROയിലെയും ശാസ്ത്രജ്ഞന്മാരും മറ്റും ചേർന്ന് ഇൻഡസ്ട്രിയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് വികസിപ്പിച്ചെടുത്തത്. അതിൻ്റെ തുടക്കം SLV-3 എന്ന് പറഞ്ഞുള്ള ആ റോക്കറ്റിൽ തുടങ്ങിയതാണ്. ഏകദേശം 40 കിലോഗ്രാം കഷ്ടിച്ച് ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു വാഹനം. അന്ന് ഡോക്ടർ അബ്ദുൽ കലാം ആയിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ബഹിരാകാശ രംഗത്തേക്കുള്ള യാതൊരു ടെക്നോളജിയും പുറം രാജ്യങ്ങളിൽ കിട്ടില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള ആ വാഹനം നമ്മൾ 90s ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തു. ഏകദേശം 100 ലോഞ്ചുകളും വിക്ഷേപണങ്ങൾ നടത്തി. അതെല്ലാം തന്നെ സക്സസ് ആയി എന്ന് പറയാം. ഒന്നോ രണ്ടോ ഈ അടുത്ത കാലത്ത് 2 പരാജയങ്ങളുണ്ടായി. എന്നാലും ലോകത്തിലെ ഏറ്റവും റിലയബിളായിട്ടുള്ള ഒരു വാഹനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ GSLV Mark 3 എന്നുള്ള വാഹനം നമ്മൾ വികസിപ്പിച്ചത്. അതിന് ഏകദേശം 10 ടണ്ണോളം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും അത് 40 കിലോഗ്രാമിൽ തുടങ്ങി ഇപ്പോൾ 10 ടണ്ണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം ശേഷി ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഈ ബഹിരാകാശത്ത് മനുഷ്യരെ അയക്കുക എന്നുള്ളതാണ്. 2008 നമ്മൾ ഒരു പരീക്ഷണം നടത്തി. ഒരു പേടകം ബഹിരാകാശത്ത് അയക്കുകയും അതിനെ എങ്ങനെയാണ് സക്സസ്ഫുള്ളായിട്ട് തിരികെ കൊണ്ടുവരിക എന്നതിനെ പറ്റിയും. അത് വളരെ വിജയകരമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് റിക്കവറി എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് അന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിന് ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുത്തത്. 2008 തോന്നുന്നു. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി. അന്ന് മൻമോഹൻജി ആയിരുന്നു പ്രൈം മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം സബ്മിറ്റ് ചെയ്യുകയും അദ്ദേഹം അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അന്ന് നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ 2015-16 ആകുമ്പോഴേക്കും നമുക്ക് ഈ ശേഷി കൈവരുമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രോജക്റ്റ് ഒരു കോൾഡ് സ്റ്റോറേജിലായിരുന്നു എന്ന് പറയാം. 2016 മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഈ പ്രോജക്റ്റിന് പിന്നെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് വളരെയേറെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ വിക്ഷേപണ വാഹനം GSLV Mark 3 ഇപ്പോൾ സക്സസ്ഫുള്ളായി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ റിലയബിലിറ്റിയും ഫെയിലിയർ മോഡ്സും, അതായത് നമ്മൾ ഒരു മനുഷ്യനെ അയക്കുമ്പോൾ ഒട്ടും തന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സേഫ്റ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്യുക, അവരെ റിലയബിളായിട്ട് എങ്ങനെയാണ് ബഹിരാകാശത്ത് എത്തിക്കുക, അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ച് ഭൂമിയിലേക്ക് കൃത്യമായി കൊണ്ടുവരിക, ഇതിനുള്ള പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിനുള്ള സംവിധാനങ്ങൾ ഡിസൈനെല്ലാം കഴിഞ്ഞു, ഫാബ്രിക്കേഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മിക്കവാറും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡമ്മി മോഡ്യൂൾ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റം നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്തിരിക്കും. അങ്ങനെ 1-2 ഫ്ലൈറ്റ് കഴിഞ്ഞ് ആ ലോഞ്ച് സിസ്റ്റം കംപ്ലീറ്റ് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇതിലയക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എയർഫോഴ്സിൽ നിന്നുള്ള പൈലറ്റ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിലൊരാളാണ് ക്യാപ്റ്റൻ ശുഭാംശു. അതുപോലെ മറ്റ് 3 പേരിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. അവരിൽ 2 പേരായിരിക്കും ആദ്യത്തെ മിഷന് പോവുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാം ഭംഗിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു 1-1.5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്.